ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റാണ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നുള്ളത് നമ്മളെ കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പോപ്പുലേഷനെ ഏതെങ്കിലും സ്പെസിഫൈഡ് ആയിട്ട് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. The goodness of fit test measures the compatibility of random sample with a theoretical probability distribution function, or in other words we can say that this test show how well the distribution you selected fits your data. നമ്മളെ ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയലാണ് അല്ലെങ്കിൽ പോയിസോൺ ആണ്, ഏതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റിൽ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ നോക്കാം. The chi-square distribution is a theoretical or mathematical distribution which has wide applicability in statistical work. നമുക്കറിയാം chi-square distribution എന്ന് പറയുന്നത് ഭയങ്കര ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളെ നോർമൽ പോപ്പുലേഷൻ്റെ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാനും ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിൻ്റെ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഉള്ള കേസിലൊക്കെ നമ്മൾ chi-square ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ഈ chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്കിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിലിറ്റി ഉള്ള ഒരു ടെസ്റ്റ് തന്നെയാണ്. അതേപോലെ വി നോ ദാറ്റ് ദ സിമ്പിൾ chi-square ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം നമ്മൾ chi-square ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യുന്നത് chi-square എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. The minimum possible value for a chi-square variable is 0, but there is no maximum value. chi-square വേരിയബിളിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ബട്ട് ഒരു മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഒരു ലിമിറ്റൊന്നും ഇല്ല. മിനിമം വാല്യൂ എന്തായാലും 0 ആണ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. Each chi-square distribution has a degrees of freedom associated with it, so that there are many different chi-square distribution. ഓരോ chi-square ഡിസ്ട്രിബ്യൂഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള chi-square ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനനുസരിച്ചാണ് chi-squareൻ്റെ വാല്യൂസ് ഉണ്ടാവാം. The chi-square table is thus quite easy to read. നമുക്ക് chi-square ടേബിൾ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്, അതേപോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എന്താണെന്നുള്ളത് അറിയെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് chi-square വാല്യൂസ് ഈസി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ഒരേ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ലെവലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ടേബിളിൽ the only limitation is that you are restricted to using the significance level. നമ്മൾ റെസ്ട്രിക്ഷൻസ് ഉള്ളത് സിഗ്നിഫിക്കൻറ്റ് ലെവൽസും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമാണ് chi-square ടെസ്റ്റിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത്. അതേപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസാണ് ടേബിളിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. പിന്നെ chi-square ടെസ്റ്റ് അല്ലെങ്കിൽ chi-square സ്റ്റാറ്റിസ്റ്റിക്കിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. chi-square is equal to summation OI minus EI whole square by EI. ഇതിൽ OI എന്ന് പറയുന്നത് നമ്മളെ ഒബ്സർവ്ഡ് നമ്പർ ഓഫ് കേസസ് ആണ്. നമ്മളെ പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ഒബ്സർവ്ഡ് നമ്പർ ഓഫ് കേസസിനാണ് നമ്മൾ OI എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. EI എന്ന് പറയുന്നത് നമ്മളെ കാറ്റഗറി അതിലുള്ള എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കേസിനാണ് നമ്മൾ EI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മെഷർ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ എന്താണ്, തിയററ്റിക്കലായിട്ടുള്ള വാല്യൂസും ഒബ്സർവ്ഡ് വാല്യൂസും തമ്മിലുള്ള ആ ഒരു കമ്പാറ്റിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒബ്സർവ്ഡ് വാല്യൂസും എക്സ്പെക്റ്റഡ് വാല്യൂസും എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ
Chi-square goodness of fit test is used to find out how the observed value of a given phenomena is significantly different from the expected value. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഒബ്സർവ്ഡ് വാല്യൂസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂസുമായിട്ട് എത്രമാത്രം ഡിഫേർഡ് ആണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻസ് ഉണ്ടോ ഇല്ലേന്നാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണോ, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ നമ്മളെ ഡാറ്റ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-2 ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് n-3 ആണ്. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ എടുക്കുന്ന സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ബൈനോമിയൽ ആകുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1ഉം, പോയ്സോൺ ആകുമ്പോൾ n-2ഉം, നോർമൽ ആകുമ്പോൾ n-3ഉം ആണ്. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച chi-square സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും, അതർവൈസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ റിജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കൺക്ലൂഷൻ എന്തായിരിക്കും വരിക, അവിടെ ഒബ്സർവ്ഡ് വാല്യൂയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻ്റ് ആണ് എന്നാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള നമ്മളെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് വരിക, ആക്സെപ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യുക, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുക. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വെച്ചാൽ ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അങ്ങനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഫിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് chi-squareൻ്റെ വാല്യൂസാണ് വിത്ത് ഡിഫറെൻറ്റ് ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനനുസരിച്ച് ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനും ബേസ് ചെയ്തിട്ടുള്ള chi-squareൻ്റെ ടേബിൾ വാല്യൂസാണ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് chi-square ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റിൽ പ്രോബ്ലംസ് നോക്കി നോക്കാം.